എങ്ങനെ സംഭവം? അടി ഫുള്ള് പോയിട്ടേ ഫുള്ള് ഉണങ്ങിയിരിക്കണം. ഇവിടെ ഈ സൈഡില് ഇതിന് പുറത്തുള്ളതുകൊണ്ട് ഇങ്ങനെ സൺസൈഡ് ചാരികാണ്ട് ഇങ്ങനെ നിന്നു. ഈ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ അല്ലേ? അതന്നെ ഉള്ളു. ഈ ഒരു ചെറിയ പിടുത്തത്തിലാണ് തെങ്ങ് നിന്നതിന്റെ. പിന്നെ സൺസൈഡിന്റെ പവർ കൊണ്ടാണ് നിന്നത് കേട്ടോ. ഇതൊക്കെ എറുമ്പുകൾ നിന്നാണ്ട് ആകെ തൂഫാനാക്കിയ സംഭവമാണ്. ഹലോ, പിന്നെ ഇന്നലത്തെ ഉച്ചക്കടിച്ച കാറ്റിന്റെ ഗുണം വരാട്ടെ. തെങ്ങ് അതായത് വീടിന്റെ സൺസൈഡ് മുഖം ശാരീരിക്കാണ്. അടിഭാഗം ഫുള്ള് പൊട്ടിക്കൊണ്ട് എറുമ്പൊക്കെ നിന്നുകാണ്ട് ആകെ ചതല് നിന്നുകാണ്ട് ആകെ അടിഭാഗം ഒരു നൂൽ കനത്തിലാണ് ഈ സംഭവം നിൽക്കുന്നത്. ലാസ്റ്റ് കാണിച്ച അടിഭാഗം. അപ്പോൾ മരണം മുന്നിൽ കണ്ടുള്ള ഒരു മരം വെട്ടാണിത്. മഴ എങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും വക വെക്കാതെ ഇതിന് അടുത്ത കാറ്റടിച്ചുമ്പോൾ നേരെ അപ്പുറത്തെ വീടുമ്പൊക്കെ വരും. നേരെ ഓപ്പോസിറ്റ് നാടൻ വീടാണ്. അതിമൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ബാക്കിയുണ്ടല്ലോ ഈ കിടക്കേണ്ട വീട്. ഇതിപ്പോൾ രണ്ടാം തന്നെ നിറവിലാണ്, വാർപ്പിൻ്റെ ടോപ്പിലാണ്. ആ ഓടുള്ള വീടുമ്പൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ വീട് ആഴ്ചകൾ കഴിഞ്ഞാൽ അപ്പുറത്തൊക്കെ വീടുണ്ട്. പക്ഷെ എന്തോ ഭാഗത്തിൻ്റെ അടിഭാഗം ഒരു സൈഡ് ഭാഗം കേട് വന്നിട്ട് സൺസൈഡുമൊക്കെ ചാരി നിൽക്കുകയാണ്. അപ്പോൾ ആൾ കൊടുന്ന് കാണിച്ചു കൊടുത്തു. പിന്നെ ഓൻ്റെ ഒരു ധൈര്യത്തിലും ഓൻ്റെ ഒരു ഇതിലുമാണ് കയറിയുണ്ട് കേട്ടോ. മഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കണം. മഴ പെയ്യുന്നടിയിലാണ് ഈ മരം വെട്ടുണ്ട്. അപ്പോൾ ഓനും പറഞ്ഞത് തന്നെ പെട്ടെന്ന് വെട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തെ വീടുമ്പൊക്കെ വീണ് കഴിഞ്ഞാൽ അതിലേറെ പോയി. തെങ്ങായതുകൊണ്ട് ഭയങ്കര ക്ഷീണമാണ്. നേരെ നല്ല പവറിൽ പോവുകയും ചെയ്യും. വേറെ മരങ്ങളാകുമ്പോൾ ചുള്ളിയും കൊമ്പായതുകൊണ്ട് അല്ലാതെ പരിക്ക് വരില്ല. തെങ്ങ് അങ്ങനെയല്ലേ. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വാർപ്പിൻ്റെ നുറുവ് തന്നെ ഇട്ടുകാണ്ട് പിന്നെ അടിയിൽ ഇടാനുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ കട്ട് ചെയ്യുന്നത്. നല്ല മഴ കേട്ടോ. ഭയങ്കര പെയിനടിയിലാണ് ഈ മരം പൊട്ടിക്കൊണ്ടിരിക്കുന്നത്. അജിട്ടല്ലേ യൂക്കല്ലേ ആ തലപ്പാവുകളൊക്കെ വെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓരോ ചെറിയ പീസാക്കിയിട്ട് അടിയിലേക്ക് ഇടാൻ വേണ്ടിയാണ് കെട്ടിക്കൊടുത്തു. നമ്മൾ ഓല ഈ വെട്ടിട്ട ഓല വാർപ്പിന് തന്നെ അട്ടിക്കിട്ടിട്ടാണ് അതിൻ്റെ മുകളിലേക്ക് ഇടുന്നത്. മുകളിൽ ഇടുമ്പോൾ അതിൻ്റെ ഭാരം കുറയാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. വാർപ്പിൻ്റെ ഉറക്കിടുമ്പോൾ വിള്ളലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ ലീക്കേക്ക്. അപ്പോൾ അതേ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കും. അടി പൊട്ടാൻ അടി 4 ഭാഗത്തും കയറ് കെട്ടിയിട്ടാണ് ഇപ്പോൾ കയറിൽ കറിയുന്നത്. തലഭാഗം വെട്ടിക്കഴിഞ്ഞാൽ തന്നെ തെങ്ങിന് നല്ല ആട്ടം. വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയും നേരെ പിന്നെ നല്ല നേരെ താഴോട്ട് പോരും. പിന്നെ ആ ലെവലിലാണ് പിന്നെ കയറി വെട്ടുന്നത്. ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മുറിച്ച് ഇട്ടുകൊണ്ടേയിരിക്കുന്നു.
രണ്ടാം നിലൻ്റെ ബാർപ്പിൻ്റെ തുറന്നായി തെങ്ങ് വെട്ടിട്ടുണ്ട്. അത് ഇന്നലക്കത്തെ കാറ്റിന് ചാഞ്ഞെന്നാണ് അങ്ങനെ മുകൾ ഭാഗം വെട്ടി ഏകദേശം അടിയൊക്കെ എത്തിയിട്ടുണ്ട്. ഡേഞ്ചർ സോൺ കഴിഞ്ഞ് ഇത് കഴിഞ്ഞിട്ടുള്ള മുമ്പാണ് ഡേഞ്ചർ സോൺ. അതായത് ഇനിയിപ്പോൾ 4 ഭാഗം വലിച്ച് കെട്ടിക്കാണ്ട് ആ ഓടുള്ള വീടിനൊക്കെ പോകാതെ നമ്മൾ നോക്കണം. അതാണ് മെയിനായിട്ട് നമ്മൾ സംഭവിക്കേണ്ടത്. സംഭവിച്ചാൽ പിന്നെ ആ വീട് ആവശ്യം കയറ്റി കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും പോകില്ല എന്നുള്ളൊരു കോൺഫിഡൻറ്റിലാണ് ഇപ്പോൾ വെട്ടുണ്ട്. അടിവാൻ തീരെ കൊടുത്തില്ല. അതായത് ഒരു നൂൽക്കനാണ് ലാസ്റ്റ് കാണിച്ചു തരാം. 3/4 ഭാഗവും കഴിഞ്ഞോണം. ഒരു 2 ഇഞ്ച് കനത്തിലാണ് ഇപ്പോൾ മരം നിൽക്കുന്നത് തന്നെ. അത് ഈ സൺസൈഡിൻ്റെ പറഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ട് ചാരിക്കുണ്ട്. കുട്ടാ അതിൻ്റെ അടികൾ നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ. ഒരു നൂൽക്കനത്തിലാണ് നിൽക്കുന്നത്. ധൈര്യം കൊണ്ട് കയറുന്നതാണല്ലേ. അപ്പോൾ ഏകദേശം വെട്ടി കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടുന്ന് മുകൾ ഭാഗത്താണ് ഇപ്പോൾ ലാസ്റ്റ് തൊട്ടിലാണ്. ഇനിയിപ്പോൾ അടിക്ക് ഇറങ്ങാനുള്ളത് ഇത്ര എരുമ്പാട് വെട്ടാണ്ട് അടി കയറ് കെട്ടണം. ആ തെങ്ങുമ്മലും ഇവിടുത്തെ തെങ്ങുമ്മലും കയറണില്ല. വീടുമൊക്കെ പോകും. അടിവാങ്ങണ്ടാകെ അന്തം വിടും. ചെറിയൊരു ക്യാപ്പിലാണ് നിൽക്കുന്നുണ്ട്. ആകെ ഒരു നൂൽക്കന 2 നൂലിൻ്റെ കനത്തിലാണ് ഇപ്പോൾ ഈ തെങ്ങ് നിൽക്കുന്നുണ്ട്. സൺസൈഡിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ നമ്മൾ ചാരിക്കുണ്ട കയറി വെട്ടിയതൊക്കെ കേട്ടോ. ഇതാണ് നമ്മളെ ചക്രക്കുട്ടനാണ് വെട്ടുണ്ട്. നുറൂല് കുട്ടൻ കയറി വെട്ടിയ അതിൻ്റെ അടികളാണിത്. 3/4 ഭാഗം പോയിക്കൊണ്ട് ഒരു നൂൽ കനത്തിലാണ് നിൽക്കുന്നുണ്ട്. അതിൽ ഫുള്ള് ചെതൽ പിടിച്ച് കണ്ട് ആകെ ഈ ഒരു കനത്തിൽ മാത്രം ചീന്തി നിൽക്കുകയാണ്. അതാണ് അവസ്ഥ. സൺസൈഡിൻ്റെ പാറോണ്ട് നിൽക്കാം കേട്ടോ. ഞാൻ അടുത്ത് കുട്ടം കെട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. കറുകപ്പെട്ട മരത്തുമ്പോൾ കെട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അത് കാണാൻ കുറച്ച് നമ്മളെ ബാബി ഇവരൊക്കെ വന്നു. സംഭവം ഡേഞ്ചർ സോണാണ്. ഇനിയിപ്പോൾ അടുത്തത് ഡേഞ്ചർ സോണാണ്. അപ്പോൾ ഈ വീടുമൊക്കെ വരാക്കാൻ വേണ്ടിയാണ് ഇവിടെ നടുവിൽ കയറ് കെട്ടിയിട്ടുണ്ട്. അതങ്ങാട്ടി ഇങ്ങനെ വെട്ടുമ്പോൾ അടി നൂൽക്കനം മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വെട്ടി വരുമ്പോൾ റിട്ടേൺ വരാതാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കയറ് കെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ മരം വെട്ടാരം. ഒരു കയറ് കെട്ടി ഇങ്ങനെ അടിയൊക്കെ ഇറങ്ങുകയാണ്. എങ്ങനെയാണ് സംഭവം? അടി ഫുള്ള് പോയിട്ടേ അടി ഫുള്ള് ഉണങ്ങിയിരിക്കണം. ഇവിടെ ഈ സൈഡില് ഇതിമ പുറത്തുള്ളതുകൊണ്ട് ഇങ്ങനെ സൺസൈഡുമ്പോ ചാരികാട് ഇങ്ങനെ നിന്നു. ഈ ഒരു പിടുത്തം മാത്രമേ ഉള്ളൂ അല്ലേ? അതന്നെ ഉള്ളു. വേറെ പിടുത്തൊന്നും ഇല്ല. നമ്മള് എന്തായാലും നമുക്ക് വെട്ടിയെടുക്കാൻ പറ്റൂല. അപ്പൊ ഈ തെങ്ങ് അവിടെ 2 തെങ്ങുള്ളതുകൊണ്ട് നമുക്ക് സുഖമായി ഈ തെങ്ങ് വല്ല അയിമൊക്കെ ചായച്ചിട്ട് ഇറക്കാനുള്ള പരിപാടിയാണ്. അത് വീടുമൊക്കെ വികാതെക്കാനുള്ള ഒരു ടെക്നിക്കാണല്ലേ. കാരണം പൊട്ടാതെ നമുക്ക് ഇറക്കാൻ കഴിയണം അല്ലേ. അടിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ചായ ആണല്ലോ അല്ലേ. കടിപ്പത്തും നല്ല അടിപൊളി ചായ ഉണ്ട്. കൂട്ട എങ്ങനെയാണ് മറ്റേ ഓൾറൗണ്ട് വല്ല എങ്ങനെയാണ്? പണിയിലേക്കാട്ടി മുഖ്യം അതാണ് മെയിൻ അല്ലേ. അങ്ങനെയാണല്ലേ. അപ്പൊ കടിയും കൊണ്ട് ഇങ്ങനെ വരുന്നുണ്ട്. അടിപൊളി നെയ്വട ഉണ്ട്. പിന്നെ ഔലും ഏതല്ലേ മെയിനായിട്ട് ഇതാണല്ലേ. അങ്ങനെ ലാസ്റ്റ് നമ്മള് മരം മുറിച്ചില്ലേ. അത് വലിയൊരു തെങ്ങ് നമ്മൾ മുറിച്ചു. കയർമക്ക് വന്നില്ല. ഇതിന്റെ അടിഭാഗം കാണിച്ചതാ. ഈ ഒരു ചെറിയ പുട്ടത്തമ്മലാണ് തെങ്ങ് നിന്നതിന്റെ. പിന്നെ സൺസൈഡിന്റെ പവർ കൊണ്ടാണ് നിന്നത് കേട്ടോ. ഇതൊക്കെ എറുമ്പുകൾ നിന്നുകൊണ്ട് ആകെ തൂഫാനാക്കിയ സംഭവമാണ്. തിരുമാങ്ങലിന്റെ അടുത്തായതുകൊണ്ട് ഇതെല്ലാം കേടുപാടില്ല. നമ്മളെ ടാങ്ക് കാര്യങ്ങൾ അത് ടാങ്ക് ഉണ്ട്. ഒന്നും പൊട്ടിയില്ല. കൂടുണ്ടാക്കുന്നുണ്ട് അതും പൊട്ടിയില്ല. സാഹസികമായി ഫുള്ള് പരിപാടി കഴിഞ്ഞു. കുറച്ച് മുരിങ്ങമരം കരിവേപ്പിൻ്റെ എല്ലാം അങ്ങനത്തെ കുറച്ച് പരിപാടികൾ പോയി അല്ല കേട്ടാ. അത്ര ഉള്ളത് ജീവൻ ബാക്കിയിട്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. മരം വെട്ടുമ്പോൾ മഴക്കാലമായതുകൊണ്ട് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞൊരു 2-3
ഭാഗത്തു കൂടി പോകാണ്ട് വെട്ടാൻ തെങ്ങ് വീണാണ്ടും വീടുമൊക്കെ വീണാണ്ടൊക്കെ ആയിട്ട്. ഓക്കെ ബൈ.